ഇന്ന് നമ്മളെല്ലാം മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജന്മദിനം ആഘോഷിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന നവോത്ഥാന നായകനായിരുന്നു മഹാത്മാ അയ്യങ്കാളി. നമ്മളത് ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ മനസ്സിലെല്ലാം ഒരു അത്ഭുതമായി നിൽക്കുകയാണ്. വഴി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത്, വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത്, ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി ഇങ്ങനെ കീടങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ, ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ചും പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ തെരുവിലിറക്കാൻ കഴിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീമതി അയ്യങ്കാളി. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. അദ്ദേഹം കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചു. മിക്കവാറും വള്ളത്തിലൂടെ രാത്രികാലങ്ങളിൽ. കാരണം ഗുണ്ടകളും പോലീസും പട്ടാളവും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കയ്യിൽ കിട്ടിയാൽ കൊല്ലുമായിരുന്നു. പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചു. എവിടെയാണ് അനീതി ഉണ്ടാകുന്നത് അവിടെയെല്ലാം അദ്ദേഹം ഓടിയെത്തി. ഒരു ഘട്ടത്തിൽ എത്തിയത് കുറുവടിപ്പടയുമായിട്ടാണ്. ആ കുറുവടിപ്പട അടിച്ചാൽ, ഒരടി കിട്ടിയാൽ 2 അടി തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ നേതാവായിരുന്നു അയ്യങ്കാളി. തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തോട് ഭയമായി. അനീതി എവിടെ ഉണ്ടായാലും, അധർമ്മം എവിടെ ഉണ്ടായാലും, എവിടെ ജാതിയുടെ പേരിൽ മനുഷ്യനെ ക്രൂരമായി അടിച്ചമർത്തപ്പെടുന്ന സംഭവം എവിടെ ഉണ്ടായാലും അവിടെയെല്ലാം അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. അദ്ദേഹം നടത്തിയ സമരങ്ങളെല്ലാം കേരളത്തിൽ എന്നും ഓർത്തുവെക്കാൻ, കേരളമുള്ള കാലത്തോളം ഓർത്തുവെക്കാൻ കഴിയുന്ന സമരങ്ങളാണ്. തിരുവനന്തപുരത്തെ തെരുവീഥികളിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാട്ടം നയിച്ചു. ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നത് രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവ് എഴുന്നള്ളതുപോലെ ഒരു മണിശബ്ദം കേട്ടുകൊണ്ടാണ്. പക്ഷെ വന്നപ്പോൾ രാജാവിന് പകരം ആ വില്ലുവണ്ടിയിൽ നിന്നിരുന്നത് ഒരു മുറിക്കയ്യൻ ബനിയനും ഒരു തൊപ്പിയുമായി ശ്രീമതി അയ്യങ്കാളിയായി. ആ വില്ലുവണ്ടി യാത്ര അന്ന് നടത്താൻ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ രാജവീഥികളിലൂടെ മഹാരാജാവ് സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിച്ച് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ബോധ്യം ഭരണകൂടത്തിൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയായിരുന്നു അന്ന് ചെയ്തത്. 1912 എൻ്റെ ഓർമ്മ മാർച്ച് 4-ാം തീയതിയാണ്. ശ്രീമൂലം അസംബ്ലിയിൽ അദ്ദേഹം വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. ആ പ്രസംഗം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂറിലെ 6-7 സ്കൂളുകളിൽ മാത്രമാണ് ഈ സമുദായത്തിന്, പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് പഠിക്കാൻ അവസരമുണ്ടാകുന്നത്. അതുപോരാ, ഇന്ത്യയിലുടനീളം എല്ലാ വിദ്യാലയങ്ങളിലും അവർക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ സമരം. കല്ലുമാല ബഹിഷ്കരിക്കാൻ, കുപ്പിച്ചില്ലുമാലയും കല്ലുമാലയും ധരിക്കാൻ സവർണ വിഭാഗങ്ങൾ ജാതിയിൽ താഴ്ന്നവരാണ് എന്ന് അവർ തീരുമാനിച്ചിരുന്ന ആളുകളോട്, അവരുടെ സ്ത്രീകളോട് നിർബന്ധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കല്ലുമാല ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തിയ സമരം, കല്ലുമാല ബഹിഷ്കരണ സമരം, അതും കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിലെ ആർക്കും മാറ്റി എഴുതാൻ പറ്റാത്ത വലിയൊരു അധ്യായമായി മാറി. ആ പോരാട്ടമാണ് കേരളത്തിലെ വലിയ സാമൂഹ്യ പരിവർത്തനത്തിനിടയാക്കിയത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി. പക്ഷെ മതിയായോ? പോരാ, ഇനിയും മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഈ സർക്കാരും ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വന്നപ്പോൾ ശ്രീ സുരേഷ് ബജറ്റിനെ കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. 35,000 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഞാൻ വന്ന് 2ാമത് ബജറ്റ് അവതരിപ്പിക്കാൻ നോക്കിയപ്പോൾ അതിൽ 20,000 കോടി ഇല്ല. 20,000 കോടി വെറുതെ പറഞ്ഞ 15,000 കോടിയാണ്. പിന്നീട് പണം ഉണ്ടാക്കാം എന്ന് കരുതി 35,000 കോടിയിൽ നിന്ന് 30,000 കോടി രൂപയായി
പദ്ധതി വെട്ടിച്ചുരുക്കി. 5000 കോടി കുറഞ്ഞു. 5000 കോടി കുറഞ്ഞാൽ പട്ടികജാതിക്കാർക്ക് 500 കോടി കുറയും. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്തു, 35,000 കോടി ആയിരുന്നുവെങ്കിൽ എത്ര പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കിട്ടുമായിരുന്നു, ആ തുക ഞങ്ങൾ കൂട്ടിവെച്ചു. കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥ പ്ലാനിൽ 10% കൊടുക്കേണ്ടതിന് പകരം 35,000 ആയിരുന്നുവെങ്കിൽ എത്ര കൊടുക്കുമായിരുന്നു, അത്രയും കൂട്ടിവെച്ചു. കാരണം 1 രൂപ പോലും കുറയരുത്. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ 500 കോടി രൂപ പട്ടികജാതിക്കാരുടെയും 112 കോടി രൂപ പട്ടികവർഗക്കാരുടെയും വെട്ടിക്കുറച്ചപ്പോൾ അതിനെ നിയമസഭയിൽ നഖശിഖാന്തം എതിർത്തവരാണ് ഞങ്ങളത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പണം കൂട്ടിവെച്ചു. പിന്നീട് വ്യാപകമായ പരാതികളുണ്ടായി പിന്നോക്ക വിഭാഗങ്ങൾക്ക്. കാരണം ലൈഫ് പദ്ധതിയിൽ അവരുടെ ഭവന നിർമ്മാണ പദ്ധതി ചേർത്ത് വെച്ചപ്പോൾ അവർക്ക് ആവശ്യമായ വീടുകൾ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ വീട് കൊടുക്കേണ്ടത്? അതുകൊണ്ട് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഭവന നിർമ്മാണ പദ്ധതി വേറെയാക്കി. ലൈഫൊന്നും മാറ്റാൻ പോകുന്നില്ല, ലൈഫൊക്കെ തുടരട്ടെ. പക്ഷെ ഇവരുടെ പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി എത്രമാത്രം വീടുകൾ ഉണ്ടാക്കി കൊടുക്കും. ഭവനരഹിതരെ, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഭവനരഹിതരുണ്ടാകരുത്, ഭൂരഹിതരുണ്ടാകരുത് എന്നതാണ് ഈ സർക്കാരിൻ്റെ സ്വപ്നം. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷമായി നടക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ്. പിൻവാതിൽ നിയമനങ്ങളിൽ PSC ഇല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇല്ല, സംവരണമില്ല. ആ പിന്നോക്കം പിൻവാതിലൂടെയുള്ള നിയമനങ്ങൾ മാറ്റണം. സംവരണം പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 3 വർഷം കൂടുമ്പോൾ PSC വഴി ഉണ്ടായിരിക്കുന്ന നിയമനങ്ങൾ മുഴുവൻ പരിശോധിച്ച് അതിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ നിയമനം കിട്ടിയിട്ടില്ല എങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി അവരെ സർക്കാർ സർവീസിൽ കൊണ്ടുവരും. അത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനമാണ്. പിന്നെ കുട്ടികളുടെ ഈ ഗ്രാൻഡ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഈ സർക്കാരിൻ്റെ ഒന്നാമത്തെ മുൻഗണനയിൽ ഉള്ളത് കുട്ടികളുടെ, പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. 1 രൂപ ബാക്കിയില്ലാതെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ധനപ്രതിസന്ധി ഉണ്ടായിട്ടും ഈ ഗ്രാൻസിന്റെ മുഴുവൻ തുകയും അനുവദിച്ചുവെന്ന് ഞാൻ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദളിത് ക്രൈസ്തവരുടെ പ്രശ്നമാണ്. ആ ദളിത് ക്രൈസ്തവർ ഇന്ന് പിന്നോക്കം നിൽക്കുകയാണ് കേരളത്തിൽ. അതാണ് സാമൂഹ്യ യാഥാർത്ഥ്യം. അത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയ സംഘടന CSDS ആണ് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കാര്യത്തിൽ സുരേഷിനെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ആ വിഷയത്തിനും പരിഹാരമുണ്ടാക്കാൻ ഈ സർക്കാർ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും, അതിനുള്ള പഠനങ്ങൾ ആരംഭിക്കും. അത് പഠിച്ച് അതിൻ്റെ ശതമാനം മനസ്സിലാക്കി ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആ ദളിത് ക്രൈസ്തവർ, എങ്ങുമെത്താതെ നിൽക്കുന്നവർ, ക്രൈസ്തവരെന്നുള്ള നിലയിലുള്ള പ്രിവിലേജ് കിട്ടുന്നില്ല, ദളിതരുടെ സംവരണം കിട്ടുന്നില്ല, ഈ രണ്ടും കിട്ടാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന, പ്രത്യേക അവസ്ഥയിൽ എത്തി നിൽക്കുന്നവരാണ്. അവരെ പ്രത്യേക സംരക്ഷണം, അവരെ കൂടി ഈ സർക്കാർ ചേർത്ത് പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ കൂടെ ഉണ്ടാകും. കാരണം നമുക്ക് നമ്മുടെ അയ്യങ്കാളിയെ പോലുള്ള നവോത്ഥാന നായകന്മാർ അവർ ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അവർ കേരളത്തിൻ്റെ ആ പുരോഗമന സ്വഭാവത്തിൻ്റെ അടിത്തറ പാകിയ ആളുകളാണ്. അവരോട് നീതി പുലർത്താനുള്ള ബാധ്യത ഏത് ഭരണാധികാരിക്കും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് CSDS-നൊരു കോളേജ് അനുവദിച്ചത്. പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല 10 വർഷക്കാലം. ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള പരിണതപ്രജ്ഞനായൊരു നേതാവ് നിങ്ങൾക്കൊരു കോളേജ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും അത് നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. ആ കോളേജ് CSDS-ന് ലഭ്യമാക്കിയിരിക്കും. അത് ഉമ്മൻചാണ്ടിയോട് കൂടിയുള്ള നീതി പുലർത്തലായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. ആ കോളേജ് ഉമ്മൻചാണ്ടി സാറ് പ്രഖ്യാപിച്ച കോളേജ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയും എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിൽ ഈ ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ
അത് മുൻഗണന നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ആശംസകൾ നേർന്നുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജന്മദിനാഘോഷം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.